പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓംസ് ലോയുടെ ലിമിറ്റേഷൻസിനെ കുറിച്ചാണ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ ആണ്. ഓംസ് ലോ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആണ് ഓംസ് ലോ. വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, ഐ എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്. ഇനി എല്ലാ സിറ്റുവേഷൻസിലും ഓംസ് ലോ ഒബേ ചെയ്യുമോ? നമ്മൾ ഓംസ് ലോ ഡിഫൈൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഫിസിക്കൽ കണ്ടീഷൻസ് ആയ പ്രഷർ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി എന്നിവ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഇവയൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓംസ് ലോ വയലേറ്റ് ചെയ്യപ്പെടും എന്ന് നമുക്കറിയാം. അപ്പോൾ ഓംസ് ലോ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ലോ ആണോ? നോ, ഇറ്റ് ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ലോ. ഓംസ് ലോ ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ലോ. ഇനി എല്ലാ കണ്ടക്ടേഴ്സും ഓംസ് ലോ ഒബേ ചെയ്യുമോ? ഇല്ല. ചില കണ്ടക്ടേഴ്സ് ഓംസ് ലോ ഒബേ ചെയ്യുന്നവയുണ്ട്, ചില കണ്ടക്ടേഴ്സ് ഓംസ് ലോ ഒബേ ചെയ്യത്തില്ല. ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടേഴ്സിനെ ഓമിക് കണ്ടക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഇനി ഓംസ് ലോ ഒബേ ചെയ്യാത്ത കണ്ടക്ടേഴ്സിനെ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ദ കണ്ടക്ടേഴ്സ് വിച്ച് ഒബേ ഓംസ് ലോ ആർ കോൾഡ് ഓമിക് കണ്ടക്ടേഴ്സ് ആൻഡ് ദ കണ്ടക്ടേഴ്സ് വിച്ച് ഡു നോട്ട് ഒബേ ഓംസ് ലോ ആർ കോൾഡ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. ഇനി ഓംസ് ലോ വയലേറ്റ് ചെയ്യപ്പെടുന്ന ചില സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു VI ഗ്രാഫ് വരച്ചിട്ടുണ്ട്. നമുക്കറിയാം ഓംസ് ലോ അനുസരിച്ച് VI ഗ്രാഫ് ഓഫ് എ കണ്ടക്ടർ എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഇവിടെ ഈ ഗ്രാഫിൽ VI ഗ്രാഫിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണോ വരച്ചിരിക്കുന്നത്? നോക്കിയേ, ഇതിൻ്റെ ഇനിഷ്യൽ പോർഷൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. എന്നാൽ കറണ്ട് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഹൈ കറണ്ട് ഇതൊരു കർവ് പോലെയാണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. ശരിക്കും ഡോട്ടഡ് ലൈൻ ആണ്. ഡോട്ടഡ് ലൈനിൽ പോയിരുന്നെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആയേനെ. പക്ഷേ ഇവിടെ ഡോട്ടഡ് ലൈനിൽ കൂടെ അല്ല അത് പോകുന്നത്, ആ സോളിഡ് ലൈനാണ് ഗ്രാഫ്. അതൊരു കർവ് പോലെയാണ്, അതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. അപ്പം ഹിയർ വി സീസസ് ടു ബി പ്രൊപ്പോർഷണൽ ടു ഐ. ഓംസ് ലോ വയലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു റീസൺ ഇതാണ്. ഓംസ് ലോ വയലേറ്റ് ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ നോക്കാം. ഇതൊരു ഡയോഡിൻ്റെ വോൾട്ടേജ് കറണ്ട് ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ഈ ഗ്രാഫിനെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നും ഈ ഗ്രാഫിനെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുമാണ് പറയുന്നത്. ഇത് നമ്മൾ 14th ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. ഈ രണ്ട് ഗ്രാഫുകൾ സ്ട്രെയിറ്റ് ലൈൻ അല്ല. അതുകൊണ്ട് തന്നെ ഓംസ് ലോ ഒബേ ചെയ്യുന്ന ഒരു കണ്ടക്ടർ അല്ല ഇതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഡയോഡ്, സെമി കണ്ടക്ടിങ് ഡിവൈസുകളൊന്നും ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. മാത്രമല്ല, ഇവിടെ നമ്മളൊരു പർട്ടിക്കുലർ വോൾട്ടേജ് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ 0.2 വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് നോക്കിയപ്പോൾ അത് 1.5 മില്ലി ആംപിയർ ആയിരുന്നു. ഇനി നമ്മൾ ഈ വോൾട്ടേജിൻ്റെ സൈൻ മാറ്റി, അതായത് 0.2 വോൾട്ട് എന്നുള്ളത് -0.2 വോൾട്ട് ആക്കി നോക്കിയപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് നോക്കിയപ്പോൾ അത് മൈക്രോ ആംപിയർ റേഞ്ചിലുള്ള ഒരു കറണ്ട്, അതായത് 1.5 മില്ലി ആംപിയറിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ടാണ് നമ്മൾ സൈൻ റിവേഴ്സ് ചെയ്തപ്പോൾ കിട്ടിയത്. അതായത് ദ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ ഡിപ്പെൻഡ്സ് ഓൺ ദ സൈൻ ഓഫ് വി എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. വിയും ഐയും തമ്മിലുള്ള റിലേഷൻ വിയുടെ സൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വിയുടെ സൈൻ മാറിയപ്പോൾ ആ റിലേഷൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആയി മാറിയതായിട്ട് നമുക്ക് കാണാം. ഇതാണ് ഓംസ് ലോ വയലേറ്റ് ചെയ്യപ്പെടുന്ന മറ്റൊരു സിറ്റുവേഷൻ. ഓംസ് ലോ വയലേറ്റ് ചെയ്യപ്പെടുന്ന മറ്റൊരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഗാലിയം ആഴ്സനൈഡ് എന്ന് പറഞ്ഞ ഒരു സെമി കണ്ടക്ടിങ് മെറ്റീരിയലിൻ്റെ VI ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ ഗ്രാഫ് നോക്കിയേ, ഇതിനെ 3 റീജിയനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഫസ്റ്റ് റീജിയൻ ലീനിയർ റീജിയൻ, ഇത് നോൺ ലീനിയർ റീജിയൻ, ഇത് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ.
ഈ ലീനിയർ റീജിയനിൽ അതാണ് നോക്കിയേ, വിയും ഐയും വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് നമുക്ക് കരുതാം. അതായത് ഇത് ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ലീനിയർ റീജിയനിൽ ഓംസ് ലോ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റ് രണ്ട് റീജിയൻസിലും ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. മാത്രമല്ല, ഒരു പർട്ടിക്കുലർ കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് നോക്കിയപ്പോൾ more than one value of voltage for a particular current. ഒരു കറണ്ടിന് ഒന്നിലധികം വോൾട്ടേജുകൾ നമുക്ക് കിട്ടും. ഇതും ഓംസ് ലോയുടെ ഒരു വയലേഷൻ ആണ്. അതായത് ദ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ ഈസ് നോട്ട് യുണീക്ക്. ഇവിടെയും ഓംസ് ലോ ഒബേ ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ ആണ്. ഓംസ് ലോ ഒബേ ചെയ്യുന്ന ധാരാളം മെറ്റീരിയൽസ് ഉണ്ട്. എന്നാൽ ചില മെറ്റീരിയൽസ് ചില സിറ്റുവേഷൻസിൽ ഓംസ് ലോ വയലേറ്റ് ചെയ്യപ്പെടുന്നു. ഓംസ് ലോ ഡീവിയേറ്റ് ചെയ്യുന്നത് ഈ കാണിച്ചിരിക്കുന്നതിൽ ഒന്നോ അതിലധികമോ കാരണങ്ങൾ കൊണ്ടാവാം. അപ്പോൾ ഏതൊക്കെയാണ് ആ റീസൺസ്? വി സീസസ് ടു ബി പ്രൊപ്പോർഷണൽ ടു ഐ. രണ്ടാമത്തത് ദ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ ഡിപ്പെൻഡ്സ് ഓൺ ദ സൈൻ ഓഫ് വി. മൂന്നാമത്തത് ദ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ ഈസ് നോട്ട് യുണീക്ക്. ഈ 3 സിറ്റുവേഷൻസ് നമ്മൾ വിശദമായിട്ട് കണ്ടതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.